ഇന്ന് പോടി ഒന്ന് കൊഞ്ചാതെ എന്നെ വരില്ലാന്ന് മരണം വരെ ഞാൻ പറഞ്ഞു. നീ എന്റെ മരണം വരെ ഞാൻ നിന്റെ മരണം വരെ കേട്ടോ. മരിച്ചു പോയില്ല, നമ്മൾ ആരും ശല്യപ്പെടുത്തില്ല. ഇൻഷാല്ല അത് ജിമ്മ എന്തായാലും ഞാൻ സെറ്റാക്കി. ഞാൻ ഇതിന്റെ 20 ലക്ഷം രൂപയിൽ തീർക്കുമെന്ന് എന്റെ മനസ്സ് പറഞ്ഞാൽ ഇൻഷാല്ല തീർക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ കുറച്ച് പൈസ എനിക്ക് കുട്ടിയുണ്ട്, ഞാൻ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് സ്ത്രീകളുടെ ഇടപെടുമ്പോൾ തന്നെ ചെറിയൊരു പേര്. കാരണം ഇതിന് മുമ്പ് എനിക്ക് ഇങ്ങനെ ഒരു ആരോപണവും ഈ പറഞ്ഞ കള്ളക്കേസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കെയർഫുള്ളാണ്. പിന്നെ ഈ സ്ത്രീക്ക് 10 വയസ്സുണ്ട്. അതുപോലെ എന്റെ കുടുംബമായിട്ട് അത്ര അടുപ്പമുള്ള ഒരു സ്ത്രീയാണ്. എന്റെ എല്ലാ പരിപാടിക്കും. ഷിയാസ് കരീമിൻ്റെ വാർത്ത എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. തുടക്കത്തിൽ ഷിയാസ് പറഞ്ഞിരുന്നത് ഈ ലേഡിയെ എനിക്ക് അറിയത്തേ ഇല്ല എന്നായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഷിയാസ് വന്ന് പറഞ്ഞു എൻ്റെ ഉമ്മായിക്കൊക്കെ അറിയുന്ന ആളാണ്, എൻ്റെ ഉമ്മാൻ്റെ പ്രായമുണ്ട് എന്നൊക്കെ. ഉമ്മാൻ്റെ പ്രായമുള്ള ഒരാളോട് സംസാരിക്കുന്ന രീതിയിലാണോ ഷിയാസ് കരീമെ നീ ഇവിടെ സംസാരിച്ചിരിക്കുന്നതെന്ന് ഷിയാസ് കരീം തന്നെ വന്നിരുന്ന് പറയുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം അമ്മാതിരി സംസാരമാണ് ഷിയാസ് കരീം ഇവിടെ ആ ലേഡിയുടെ അടുത്ത് സംസാരിച്ചിരിക്കുന്നത്. 65 ലക്ഷം രൂപ തട്ടിയ കേസിൽ റിയാലിറ്റി ഷോ താരവും മോഡലുമായ ഷിയാസ് കരീം പരാതിക്കാരിക്ക് അയച്ചതായി പറയുന്ന സന്ദേശം പുറത്ത്. ജിമ്മിന്റെ നവീകരണത്തിനടക്കം പണം ആവശ്യപ്പെടുന്നതാണ് ഈ സന്ദേശത്തിൽ പറയുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, സാമ്പത്തിക വഞ്ചന, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ഷിയാസ് കരീമിനെതിരെ ഇപ്പോൾ പോലീസ് ചുമത്തിയിരിക്കുന്നത്. ഈ ഒന്നിട്ട് പിന്നെ 10 തന്നായിട്ടാണ് ഒരുമിച്ച് തന്നാൽ മതി, അല്ലെങ്കിൽ പണിപാടും. ഇന്ന് പോടി ഒന്ന് കൊഞ്ചാതെ എന്നെ വരില്ലാന്ന് മരണം വരെ ഞാൻ പറഞ്ഞു. നീ എന്റെ മരണം വരെ ഞാൻ നിന്റെ മരണം വരെ കേട്ടോ. മരിച്ചു പോയില്ല, നമ്മൾ ആരും ശല്യപ്പെടുത്തില്ല. ഇൻഷാല്ല അത് ജിമ്മ എന്തായാലും ഞാൻ സെറ്റാക്കി. ഞാൻ ഇതിന്റെ 20 ലക്ഷം രൂപയിൽ തീർക്കുമെന്ന് എന്റെ മനസ്സ് പറഞ്ഞാൽ ഇൻഷാല്ല തീർക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ കുറച്ച് പൈസ കൂടുതലാണെങ്കിൽ നമുക്ക് നീ ഇന്ന് ചെയ്തേ ഉള്ളൂ. അത് ഓക്കെ എന്റെ മനസ്സ് പറഞ്ഞു. ബാക്കി ഇത്തിരി ടൈറ്റ് വരിയിരിക്കും എന്തായാലും. ഇൻഷാല്ല റെഡിയാക്കി എടുക്കണം എന്തായാലും. അത് അക്കൗണ്ട് വഴി 1 ലക്ഷം, 10 ലക്ഷം, 5 ലക്ഷമൊക്കെ അല്ലെങ്കിൽ 20 ലക്ഷമൊക്കെ ഇടുമ്പോൾ ചോദിക്കും. അതിനുമ്പോ നമ്മൾ എന്താ പറഞ്ഞാൽ നീ എനിക്ക് പൈസ തന്നിട്ട് ആവശ്യത്തിന് മാത്രം അക്കൗണ്ട് ഇടുക, എന്നിട്ട് അത് അപ്പോൾ ട്രാൻസ്ഫർ. അപ്പോൾ നമുക്ക് പറയാലോ ജിമ്മിന്റെ വർക്കിന്റെ പൈസ അങ്ങനെ പറയാൻ പറ്റും. അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്താൽ നല്ലതല്ലേ, റിസ്ക് എടുക്കാൻ പറ്റില്ല എനിക്ക് കേട്ടോ. ശരി. ആ ലേഡിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്നതിനുള്ള പ്രൂഫാണ് ഇപ്പം കേട്ടേക്കുന്ന ഷിയാസ് കരീമിൻ്റെ വോയിസ്. ഇനി ഇത് ആണ് കോപ്പാണെന്നൊന്നും പറഞ്ഞു വരരുത്. ഇത് അല്ല എന്നുള്ളത് ഇത് കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. 18-ലാണ് ഷിയാസിനെ യുവതി പരിചയപ്പെടുന്നത്. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് യുവതി പരിചയപ്പെട്ടത്. അതിനുശേഷം 22 കൂടി ഇവർ ഒന്നിച്ച് ലിവിംഗ് ടുഗദർ ആയിരുന്നു. പിന്നീട് ആ സമയത്ത് ഷിയാസ് വിവാഹിതരാണെന്ന് തനിക്ക് അറിവുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഷിയാസ് വിവാഹം കഴിച്ചു എന്ന് താൻ അറിയുന്നത്. യുവതി വിവാഹം കഴിച്ചു ഭർത്താവുമായി വേർപിരിഞ്ഞ് താമസിക്കുന്ന ഒരു ആള് കൂടിയാണ്. വിദേശത്താണ് താമസിക്കുന്നത്. ഷിയാസ് അവിടെ വരുമ്പോഴൊക്കെ കാണാറുണ്ട്, ഇവർ ഒന്നിച്ച് ജീവിക്കാറുണ്ട്, ഒന്നിച്ച് താമസിക്കാറുണ്ട്. ഷിയാസ് ഈ യുവതിക്ക് നൽകിയ വാഗ്ദാനം ജീവിത അവസാനം വരെ നോക്കിക്കൊള്ളാമെന്നാണ്. പക്ഷെ അത് വാഗ്ദാനങ്ങളെല്ലാം തെറ്റിച്ച് ഷിയാസ് മറ്റൊരു യുവതിയെ കല്യാണം കഴിച്ചു. ആ സമയത്താണ് തന്റെ പണം തിരികെ ചോദിച്ചത്. അപ്പോഴാണ് ഷിയാസിൽ നിന്ന് ഭീഷണി നേരിട്ടതെന്നാണ് യുവതി പാലാരിവട്ടം പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. പക്ഷേ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഷിയാസിന്റെ ഭാര്യ പ്രസവിച്ചു. അതിനെ തുടർന്ന് ആശുപത്രിയിലാണ് ഷിയാസ്. ശേഷം സ്റ്റേഷനുമായി ബന്ധപ്പെടാമെന്നാണ് പോലീസിന് നൽകിയ മറുപടിയും. ആദ്യം ഷിയാസ് യുവതിയെ അറിയില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും പിന്നീട് ഷിയാസ് ആ നിലപാട് തിരുത്തി. യുവതിയെ കുറിച്ച് അറിയാം, തന്റെ മാതാവുമായി പരിചയമുള്ള അല്ലെങ്കിൽ തന്റെ കുടുംബത്തിന് പരിചയമുള്ള ഒരു യുവതിയാണ്. തന്നിൽ നിന്നാണ് യുവതി നിരവധി തവണ പണം വാങ്ങിയത്. അത് തിരിച്ചു ചോദിച്ചതിന്റെ പ്രതികാരമായിട്ടാണ് ഇത്തരത്തിലൊരു തനിക്കെതിരായിട്ടുള്ള വ്യാജ പീഡന പരാതി എന്നാണ് ഷിയാസ് പറയുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട്, അതായത് യുവതി പണം തട്ടിയതുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂർ പോലീസിന് താൻ നേരത്തെ പരാതി നൽകിയിരുന്നു. അതിപ്പോൾ കോടതിയുടെ പരിധിയിലാണ് ആ തട്ടിപ്പ് കേസ്. സ്റ്റേഷനിൽ തന്നെ ഒരു കോൾ വന്നിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു പരാതി വന്നു. ഞാൻ പറഞ്ഞ സാറേ ഞാനിവിടെ സ്ഥലത്തില്ല, ഒരു 3 ദിവസം കഴിയുമ്പോൾ ഞാൻ എത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്റ്റേഷൻ വരെ വരണമെന്ന് പറഞ്ഞു. എനിക്കറിയാൻ നമ്മൾ ആരാണ് ആക്ച്വലി എന്താ സംഭവം എന്ന് എനിക്ക് എന്റെ അടുത്ത് പറഞ്ഞില്ല. ഞാൻ ആക്ച്വലി ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല, ആരും പൈസ തട്ടിയെടുത്തിട്ടില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ പൈസ തട്ടിയെടുത്തിട്ട് എന്താണ് ചെയ്യാനുള്ളത്? അപ്പൊ ഈ പരാതി നൽകിയ പെൺകുട്ടിയെ കുറിച്ച് അറിയില്ല, യുവതിയെ അറിയില്ല. എനിക്ക് ആരാന്ന് അറിയാൻ പാടില്ല സത്യം പറഞ്ഞാൽ. എന്താ സംഭവം അറിയില്ല. ഇനിയിപ്പോ ഇത് വല്ല പ്ലാൻ ചെയ്തെങ്കിലും അതിൽ നമുക്കിത് ആക്ച്വലി ഞാൻ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് കുറെ കോൺട്രവേഴ്സികളായിട്ടും പ്രശ്നങ്ങളായിട്ട് പോകാം. അതിന്റെ ഇടയിൽ നമുക്കിട്ട് ഇങ്ങനെ ഒരു ആൾക്ക് വേണമെങ്കിലും പീഡന പരാതി കൊടുക്കാന്നുള്ളൊരു സമയമാണല്ലോ. ലൈംഗിക പരാതിയല്ല ഇവിടെ കൊടുത്തേക്കുന്നത്, ചൂഷണ പരാതിയാണ് കൊടുത്തേക്കുന്നത്. അതായത് ഇത്ര പൈസ തട്ടിച്ചു എന്നുള്ള കേസ്. അറിയില്ല എന്ന് ആദ്യം പറഞ്ഞു, ഇപ്പം അറിയുമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഈ വോയിസൊക്കെ പുറത്ത് വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഉമ്മാൻ്റെ പരിചയക്കാരിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അമ്മാതിരി സംസാരമാണ് ഷിയാസ് സത്തിൽ സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നല്ല വ്യക്തമായിട്ട് ആൾക്കാർക്ക് മനസ്സിലായി ഷിയാസ് കരീമിന് എന്ത് തരം ബന്ധമാണ് അവരോടുള്ളതെന്നുള്ളത്. 65 ലക്ഷം രൂപയാണ് പറ്റിച്ചതെന്നാണ് ഇവിടെ പറയുന്നത്. ഷിയാസിൻ്റെ വോയിസ് കേട്ടിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്നറിയാം, ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ കൊണ്ട് നമ്മൾ പരാതിയും പരിഭവവും ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് ഇങ്ങോട്ട് പറയിക്കത്തില്ലേ പൈസ ഞാൻ തരാം എന്നുള്ള രീതിയിൽ, ആ രീതിയിൽ ഷിയാസ് കരീം ഇത് മാറ്റിയെടുത്തിട്ടുണ്ട് എന്നാണ് വോയിസ് കേട്ടിട്ട് എനിക്ക് തോന്നിയത്. അതായത് നമ്മുടെ അവസ്ഥ പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് ആ ആളെ കൊണ്ട് സ്വയം ഞാൻ പൈസ അങ്ങോട്ട് തരാം എന്നുള്ള അവസ്ഥയിൽ എത്തിക്കുന്ന ഒരു ക്രൂക്കഡ് മൈൻഡ് ഉണ്ടല്ലോ,
ആ രീതിയിലാണ് എനിക്ക് ഈ ഷിയാസ് കരീമിൻ്റെ വോയിസ് മൊത്തം കേട്ടിട്ട് തോന്നിയത്. എൻ്റെ പേരിലൊരു പീഡന പരാതി പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇതാട്ടോ. ഈ സ്ത്രീക്ക് ഒരു 60 വയസ്സുണ്ട്. എനിക്ക് അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് വേറെ. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ 1-2 വർഷം ആൻറ്റി ലവർ ആയിരുന്നല്ലേ, അതുകൊണ്ടായിരിക്കും ഈ രീതിയിൽ മെസ്സേജ് അയച്ചത്. വലിയ ഡയലോഗ് പറയുന്നുണ്ടല്ലോ, എനിക്ക് വിവാഹ വാഗ്ദാനം തന്ന് പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ഷിയാസ് കരീം ആ സ്ത്രീക്ക് അയച്ച വോയിസിലൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്കത് തോന്നുന്നുണ്ട് വാഗ്ദാനം നൽകണ്ട, അല്ലാതെ തന്നെ ഞാൻ പറയുന്നില്ല. ഞാൻ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് സ്ത്രീകളുടെ ഇടപെടുമ്പോൾ തന്നെ ചെറിയൊരു പേര്. കാരണം ഇതിന് മുമ്പ് എനിക്ക് ഇങ്ങനെ ഒരു ആരോപണവും ഈ പറഞ്ഞ കള്ളക്കേസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കെയർഫുള്ളാണ്. പിന്നെ ഈ സ്ത്രീക്ക് 10 വയസ്സുണ്ട്. അതുപോലെ എൻ്റെ കുടുംബമായിട്ട് അത്ര അടുപ്പമുള്ള സ്ത്രീയാണ്. എൻ്റെ കല്യാണത്തിനും എൻ്റെ എല്ലാ പരിപാടിക്കും, റിസപ്ഷൻ്റെ അബുദാബി പരിപാടിക്ക് എല്ലാ പരിപാടി എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. എൻ്റെ പേരും ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇപ്പോൾ കേസ് നിൽക്കല്ല. എനിക്ക് എഫ്ഐആർ പറയില്ല. ഇത് ഞാനൊരു ഇതാട്ടോ, ഒരു ക്ലിയർ പറഞ്ഞാണ്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയിൽ നിന്നും എൻ്റെ ഉമ്മയിൽ നിന്നും കുറച്ച് സ്വർണ്ണം വാങ്ങിച്ചത്. പിന്നെ പെങ്ങനെ മാറ്റി ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഇത് കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാൻ അറിയുന്നത്. എൻ്റെ ഫാമിലിയിൽ കയറി കുറച്ച് പേഴ്സണൽ കാര്യം ഇടപെടുകയും അതിൽ കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത്. കാശ് സ്വർണ്ണമൊക്കെ വാങ്ങിച്ച കേസൊക്കെ. അങ്ങനെ ഞങ്ങളോട് യാത്ര ചെയ്യും. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൈസ എൻ്റെ ഉമ്മാക്ക് അയച്ചു, എൻ്റെ പെങ്കജ് എനിക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പൈസ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ അങ്ങനെയൊക്കെ കുറച്ച് പൈസ അങ്ങനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അത് ഓക്കെ. ഇതിന് മുമ്പ് ഇവർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തി എന്നെ ഞാൻ അവരത് കോടികൾ പറ്റിച്ചു, ബിസിനസ് ചെയ്യാം, അങ്ങനെ കുറേ സാധനം ചെയ്തപ്പോൾ ഞാൻ ഇവരുടെ പേരിൽ കേസ് കൊടുത്തു. ആ കേസ് ഫയൽ ചെയ്ത് ഇവർക്ക് നോട്ടീസ് ചെയ്യുമ്പോൾ ഇവരെൻ്റെ പേരിൽ ഇപ്പോൾ ഒരു കള്ളക്കേസായിട്ട് വന്നേക്കാണ്. ഞാൻ അവരെ പീഡിപ്പിച്ചു. ഈ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേരള പോലീസിലും അതുപോലെ ലോയിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള കാര്യം. ഞാൻ ഇതിന് ഒരു സാധനം ഫൈറ്റ് ചെയ്ത ഒരാളാണ് കള്ളക്കേസിൽ. അപ്പോൾ ഇത് ഞാൻ അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യും. അപ്പോൾ ഇതിലെനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ഇതിന് ഒരു ക്ലാരിറ്റി പറയാൻ ഞാൻ ആ സ്ത്രീ എന്ന് ചെറിയ പെണ്ണൊന്നല്ല കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുന്നു, 10 എൻ്റെ ഉമ്മാടെ പ്രായമുണ്ട്. അപ്പോൾ ഇത് പറയാൻ വേണ്ടി ഞാൻ വന്നാണ്. ഞാൻ ഈ ഉമ്മാരുടെ പ്രായമുള്ളിടത്താണ് മരണം വരെ ഞാൻ കൂടെ കാണും. ചക്കയെ മുത്ത പഞ്ചായത്ത് എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. വിചാരിച്ച് കാണുന്നത് എന്താണെന്നറിയോ, ഈ വോയിസ് ഒന്നും പുറത്ത് വരത്തില്ല. അതുകൊണ്ട് ഞാൻ എന്നെ കുറച്ച് വെളുപ്പിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വെളുപ്പിക്കാൻ വന്നതാണെന്ന് തോന്നുന്നു. പക്ഷേ ആ വെളുപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ വോയിസൊക്കെ പുറത്ത് വിട്ടു. എന്ന് മാത്രമല്ല, സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നത് ഈ ഷിയാസ് കരീമിനെ ഒരു ഹരമാണെന്ന് വ്യക്തമാക്കുന്ന പല തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. ഷിയാസ് കരീം തന്നെ പലരോടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ മഹാമിടുക്കനാണ് ഇക്കാര്യത്തിൽ എന്ന്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുകന്യ കൃഷ്ണ എന്ന പേരുള്ള ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് അവർ ഷിയാസിനോട് ഇക്കാര്യം ചോദ്യം ചെയ്തുകൊണ്ട് ചോദിച്ചപ്പോൾ നിലപാടിലൊരു മാറ്റവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്ഥിരീകരിച്ച, അതും ഹിന്ദു പെൺകുട്ടികളെ തെരഞ്ഞെടുക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ശബ്ദ സന്ദേശവും എന്റെ കയ്യിലുണ്ട്. അത് കേൾക്കുക. ഓൾറെഡി അങ്ങോട്ടുള്ള മാറ്റം ഇങ്ങോട്ടുള്ള മാറ്റം നിലപാടോ എന്ത് കൊള്ളാം നിലപാട്. ഇതിൽ മോശമായിട്ടുള്ള മെസ്സേജൊന്നും ഉണ്ടാവില്ല. ഞാൻ മോശമായിട്ട് അയക്കാറില്ല. അത് എനിക്കുണ്ട്, താങ്കൾക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. മോശമായിട്ട് മെസ്സേജ് അയക്കാറില്ല എന്ന് പറഞ്ഞത് അപ്പം അറിയാതെയാണോ അയച്ചുകൊണ്ടിരിക്കുന്നത്? മോശമാണെന്ന് പോലും അറിയാതെയാണോ അയച്ചുകൊണ്ടിരിക്കുന്നത്? 2015 തൊട്ടുള്ള മെസ്സേജുകൾ വരുന്നുണ്ട്, വീഡിയോ കോളുകൾ. അതിൽ ഈ പറഞ്ഞ പോലെ ഷർട്ടില്ലാത്ത കോളുകളും പിന്നെ മെസ്സേജുകളും ഒക്കെ ഉണ്ട്, സ്ക്രീൻഷോട്ടുകളും ഒക്കെ ഉണ്ട്. ശരിയാക്കാം നമുക്ക്. അതെ 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 അല്ലെങ്കിൽ ഈ ബിജെപിക്കാർ പൊതുവെ അങ്ങനത്തെ കളികൾ കളിക്കുള്ളൂ. അതിൽ കാര്യമില്ല. ഞാൻ വീണ്ടും പറയുന്നു, കേരളത്തിലെ ഹിന്ദുക്കൾക്കും മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും ബീഫ് കഴിക്കണം, അത്രയുള്ളൂ. അതിനൊരു മാറ്റമില്ല. പിന്നെ പാത്തും പന്നിയും കഴിക്കുന്ന ബിജെപിക്കാർക്കും പബ്ലിക്കായിട്ടിരുന്ന് ബീഫ് കഴിക്കണം. ഞാൻ പറയുന്നത് പശു അല്ല, ബീഫ് വേറെ പശു വേറെ. അതെ 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 ബിജെപിക്കാർ ഇങ്ങനത്തെ കളികൾ കളിക്കുമ്പോ മറ്റേ അജ്മൽ അമീറൊക്കെ വന്നിരുന്ന് പറയുന്നത് നിങ്ങളുടെ ആൾക്കാർ മൊത്തം ഒറ്റക്കെട്ടായിട്ട് വന്നിരുന്നിട്ട് എന്ന് പറയുമായിരിക്കും അല്ലേ? അജ്മൽ പറഞ്ഞ പോലെ എന്റെ കരിയർ ഒന്നും അവർക്ക് താർക്കാൻ പറ്റില്ല, മൊത്തം ആണ് എന്ന് പറയായിരിക്കും അല്ലേ? ബിജെപിക്കാർ മൊത്തം യിലൂടെ സൃഷ്ടിച്ചായിരിക്കും അല്ലേ? എല്ലാം ചെയ്തു വെച്ചിട്ട് പിടിക്കപ്പെടുമ്പം എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയി AI-യുടെ നെഞ്ചത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം തീർന്നു എന്നാണ് വിചാരം. തീരത്തില്ല ഷിയാസേ. ഇവിടെ ഷിയാസിൻ്റെ വോയിസാണ് ഒരുപാടുണ്ട്. അതിൽ മര്യാദയ്ക്ക് സംസാരിക്കുന്നതും മറ്റേ രീതിയിൽ സംസാരിക്കുന്നതും ഉണ്ട്. അപ്പോൾ പിന്നെ പകുതിയും അവർ പറഞ്ഞത് സത്യമാണ്. ബാക്കി എന്താണെന്നുള്ളത് ഷിയാസ് എന്നത് തെളിയിക്കേ. ഷിയാസ് പറയുന്നു എനിക്കിതൊന്നിൻ്റെ ഒന്നും ആവശ്യമില്ല, തെളിയിക്കേ. ഷിയാസിൻ്റെ കയ്യിൽ നിന്നാണ് അവർ പൈസ മേടിച്ചതെന്നും അതാണ് അവരോട് ഞാൻ തിരിച്ചു ചോദിച്ചതെന്നും ഷിയാസ് തെളിയിക്കണം. ഉമ്മയുടെ പ്രായമുള്ളവരോട് ഇങ്ങനെ എനിക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഷിയാസ് പറഞ്ഞത് അതും തെളിയിക്കണം. പറ്റുമോ? ഇതുപോലെ വോയിസ് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അങ്ങ് പുറത്ത് വിട്. എന്തിനാ ഇപ്പോൾ ഷിയാസായിട്ട് ബാക്കി വയ്ക്കുന്നത്? 2 പേരുടെയും സമ്മതത്തോടെ ഒരു റിലേഷനിൽ ഇരുന്നിട്ട് ലിവിങ് ടുഗദറിൽ താമസിച്ചിട്ട് ഒരാൾ മാത്രം കുറ്റം പറഞ്ഞ് പുണ്യാളാവാൻ നോക്കരുത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവർ മറ്റേ ചൂഷണ പരാതി മാത്രമായിട്ട് കൊടുത്തത്. കാരണം 2 പേര് ലിവിങ് ടുഗദറിൽ ഇരുന്നപ്പോൾ ഉണ്ടായ റിലേഷൻ്റെ പേരിൽ പീഡന പരാതി കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നിക്കാണും. അവർ ചൂഷണ പരാതിയാണ് കൊടുത്തേക്കുന്നത്, പീഡന പരാതിയല്ല.
ശരി എന്നാ.